ഒരു എവിഡൻസും കൂടി കിട്ടിയിട്ടുണ്ട്. ഒരു ചെരുപ്പ്. ചെരുപ്പോ? സർ, ഒരു ലേഡീസ് ചപ്പൽ. ഒരെണ്ണോ ഒരു ജോഡിയോ? ഒരെണ്ണം. റോണി സ്മെല്ല് പിടിച്ച് ഓടി കിട്ടിയതാ. എവിടെ കിടന്നു? ആ നടപടിയിൽ. ഇന്നലെ സാറിന് ഗസ്റ്റ് വല്ലവരും ഉണ്ടായിരുന്നു? ആരുമില്ലായിരുന്നു. മിനിയാന്ന്? കഴിഞ്ഞ 9 ദിവസമായിട്ട് സാർ ഇവിടെ താമസിക്കുന്നു. ഈ 9 ദിവസവും ഞാനല്ലാതെ, കാലത്തെ പാലും കൊണ്ടുവരുന്ന ഒരു പെങ്കൊച്ചല്ലാതെ മറ്റൊറ്റയാളെ ഈ കാമ്പൗണ്ടിൽ കടന്നിട്ടില്ല. അപ്പോൾ സ്റ്റേഷനിലോട്ട് വരേണ്ടി വരും. എനിക്ക് കുറെ കൂടെ ചോദിക്കാനുണ്ട്. അയ്യോ സാറേ, വയസ്സുകാലത്ത് അദ്ദേഹത്തിന്റെ ചോറായി എന്റെ ഈ തടി. ഇക്കാര്യത്തിൽ ഈ കളവിനെ സംശയിക്കുന്ന മഹാബാബ. അവിടെ കേൾക്കണം. ആൾക്കൂട്ടം കയറി ചവിട്ടി പോച്ചിട്ടുന്നതാ. തോണി വലിച്ചെടുക്കുകയായിരുന്നു. മഹസർ കഴിഞ്ഞ് ബോഡി പോസ്റ്റ്മോർട്ടത്തിലെടുത്ത ഉടൻ ഈ വീടും ഗേറ്റും ഒക്കെ സീൽ ചെയ്തേക്കാൻ സൈമനോട് പറഞ്ഞേക്ക്. ഡ്യൂട്ടിക്ക് 1-2 കോൺസ്റ്റബിൾസിനാണ്. ഈ ആൾക്കാരോടൊക്കെ മറിയിക്കാൻ പറ. എല്ലാവരും മറന്നേ. കൺഗ്രാചുലേഷൻസ്. എന്തിന്റെ? സ്റ്റാർ തെളിഞ്ഞില്ലേ? വൈകുന്നേരം ടിവിയിൽ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേട്ടില്ലേ? ഇനിയിപ്പോ നാളെ മുതൽ തുടങ്ങുകയല്ലേ അണ്ണന്റെ ഗ്ലാമർ കാലം. ഫിലിം വീക്ക്ലീസിൽ ഇനിയിപ്പോ ഒരു 3-4 മാസം ആശാൻ ഈ കേസുമായി കിടന്ന് വിലസ. മറ്റേ നടിയെ ചോദ്യം ചെയ്യുന്നത്, മറ്റേ നടനെ ചോദ്യം ചെയ്യുന്നത്. ഓഹോ, രോമാഞ്ചം. നടന്മാരെ മാത്രമേ ചോദ്യം ചെയ്യുന്നുള്ളൂ. നടികളെ മുഴുവൻ ചോദ്യം ചെയ്യാൻ പോവാ. ഒന്ന് പോണ തൊന്തരവ് പിടിച്ച കേസാ. മന്ത്രിമാരും പത്രക്കാരും മുതല് കോളേജ് പെമ്പിള്ളാർ വരെ സ്റ്റേഷനിലോട്ട് വിളിയാ. ഇന്നിപ്പോ ഒരു അരമണിക്കൂറിന് മുമ്പ് ഏതോ ഒരു കൊച്ചു പെണ്ണ് വിളിച്ചിട്ട് ഭയങ്കര തെറിയും കരച്ചിലും. ഞങ്ങൾ ആളെ പിടിച്ചിട്ടില്ല എന്നും പറഞ്ഞു. ആളപ്പടിയാ ഇപ്പടിയാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേലും പുള്ളിക്ക് നല്ല അസലൊരു ഫാൻ ഫെയർ ഉണ്ടായിരുന്നു എന്ന് ഇന്നെനിക്ക് ബോധ്യമായി. അതും ഇതിപ്പോ അങ്ങയുടെ ഗ്ലാമറിന്റെ പീക്കിൽ നിൽക്കുന്ന ടൈം. തട്ടിപ്പോയതൊരു ബോർ അവസ്ഥയിലാണേലും ആശാൻ അവിടെ സ്കോർ ചെയ്തു. കാറ്റ് പോണേൽ ബെസ്റ്റ് ടൈമിൽ പോണോന്ന് പറയുന്നത് നേരാന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് അങ്ങനെ മരിച്ചത്. എന്നാലും ക്രൂവലായിപ്പോയി. ഈ എഴുത്തുകാര് സിനിമാക്കാര് വർഗത്തില് എനിക്ക് നേരിട്ട് പരിചയപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരൊറ്റ കക്ഷിയായിരുന്നു. ഹി വാസ് എ റിയൽ ആർട്ടിസ്റ്റ്. ഏതായാലും ഞാനൊരു പൈന്റ് വാങ്ങി വെച്ചിട്ടുണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ. പ്രമോഷൻ കിട്ടിയിട്ട് ചേട്ടൻ ആദ്യം കിട്ടുന്നത് നല്ല സ്റ്റൈലിനൊരു കേസ്. പല അന്തനെ അടവോടനെയൊക്കെ ആര് കൊന്നു കണ്ടുപിടിച്ചിട്ട് എന്ത് കാര്യം? ഇതിപ്പോ പിടിച്ച 10 പേര് അറിയുമല്ലോ. പിടിച്ചില്ലേലും 10 പേര് അറിയും. അപ്പൊ ഗ്ലാമർ നാറ്റവും. അതാ പടി. എവിടുന്ന അസ്ത്രീ നിങ്ങളുടെ ഓട്ടോ കയറിയത്? ബസ് സ്റ്റാൻഡിനടുത്ത് നിന്ന്. അപ്പൊ എത്ര മണിയേക്കണം? 7-7:30. അവരെ പറ്റി നിങ്ങൾക്ക് അപ്പൊ സംശയം വല്ലതും തോന്നിയോ? ഇല്ല. പിന്നെ എപ്പോഴാ സംശയം തോന്നിയ? പത്രത്തിൽ ന്യൂസ് കണ്ടപ്പോഴാ. അങ്ങനെ സംശയം തോന്നാൻ കാരണം? ഒരു സ്ത്രീയാണ് സംശയിക്കുന്നതെന്ന് ഇതിലെഴുതി കണ്ടതുകൊണ്ട്. അതിന് അവരെ തന്നെ സംശയം തോന്നിയത്? അവരിറങ്ങിയത് ഹരീഷൻ സാറിന്റെ കോട്ടയിലേക്കുള്ള വഴി കഴിഞ്ഞൊരു വളവില. ആ സ്ഥലത്തെങ്ങും അതല്ലാതെ വേറെ വീടുകളൊന്നുമില്ല. അവരിറങ്ങിയ സ്ഥലത്തു നിന്നും ഈ കോട്ടയിലേക്ക് എന്ത് ദൂരം വരും? വളരെ അടുത്താ. ഏറിയാൽ ഒരു ഫർലാങ്. നിങ്ങൾ ആ കോട്ടയിൽ മുമ്പ് എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? ഉണ്ട്. എപ്പോ? പലപ്പോഴും. ആരെയും കൊണ്ട്? പലരെയും കൊണ്ടുപോയിട്ടുണ്ട്. അദ്ദേഹത്തെ പരിചയം ഉണ്ടായിരുന്നോ? എനിക്കറിയാമായിരുന്നു. ഇന്നലെ നിങ്ങളുടെ ഓട്ടോ കയറി ആ പരിസരത്ത് ഇറങ്ങിയ സ്ത്രീക്ക് എന്ത് പ്രായം വരും? ഞാൻ അന്നേരം അതത്ര ശ്രദ്ധിച്ചില്ല. എന്നാലും ചെറുപ്പക്കാരിയാ. എന്തായിരുന്നു വേഷം? സാരി. സാരിയുടെ കളർ ഓർമ്മയുണ്ടോ? ഒരുതരം ചാരനിറമായിരുന്നെന്നാ എന്റെ ഓർമ്മ. വീണ്ടും അവരെ കണ്ട തിരിച്ചറിയാൻ പറ്റുമോ? പ്രയാസമാണ്. അവരുടെ മുഖം എനിക്ക് ഓർമ്മയില്ല. ഇവിടെ കണ്ടിട്ടുള്ള സ്ത്രീയല്ല. എത്ര വർഷമായി കാണും മാരേജ് കഴിഞ്ഞിട്ട്? 7 വർഷം. 7.5 കൊല്ലമാവും. ഈ വിവാഹത്തിന് നിങ്ങളുടെ വീട്ടുകാർക്കാർക്കും തീരെ താല്പര്യമില്ലായിരുന്നു എന്ന് കേൾക്കുന്നത് ശരിയാണോ? എന്തായിരുന്നു അങ്ങനെ എതിർക്കാൻ കാരണം? സിനിമാക്കാരൻ എന്നുള്ളതാണോ? പ്രധാനമായിട്ട് അത് തന്നെ. പിന്നെ ആ നേരത്ത് രാഗിണിക്ക് വേറൊരു വലിയ ആലോചന വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളാരാ? ഞാൻ രാഗിണിയുടെ ഒരു വകയിൽ അമ്മായിയായിട്ട് വരും. എന്താ പേര്? ലീലാമ്മ. ലീലാമ്മ ഇവിടെ തന്നെയാണോ താമസിക്കുന്നത്? അതെ. എത്ര കാലമായിട്ട്? കഴിഞ്ഞ ഒരു 5-6 കൊല്ലമായിട്ട്. അദ്ദേഹത്തിന് എപ്പോഴും ജോലിയും തിരക്കൊക്കെ ആയതുകൊണ്ട്
രാഗിണിക്കൊരു സഹായമായല്ലോ എന്ന് കണ്ട് എന്നെ ഇവിടെ വിളിച്ചു നിർത്തിയിരിക്കുക. ഇക്കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട്? അതെ. അങ്ങനെയാണെങ്കിലേ ലീലാമ്മയോട് ഞാൻ പിന്നെ സംസാരിക്കാം. ഞാനിപ്പോ ഇവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ലീലാമ്മ മറുപടി പറയണമെന്നില്ല, മനസ്സിലായോ? തൽക്കാലം ഇവിടെ ഇരിക്കൂ. ഈ സ്റ്റേജിൽ കഴിയുന്നതും സത്യം തന്നെ പറയുന്നത് നമുക്ക് രണ്ടു കൂട്ടർക്കും ഒരുപോലെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഓർത്തുകൊണ്ട് വേണം മറുപടി പറയാൻ. അത് ഞാൻ പറയാതെ അറിയാമല്ലോ. നിങ്ങളുടെ മാരീഡ് ലൈഫ് എങ്ങനെയായിരുന്നു? ഐ മീൻ എല്ലാ മാരീഡ് ലൈഫും പോലെ തന്നെ. എന്ന് പറയുമ്പോൾ ഒരു പ്രോബ്ലംസും ഇല്ലാത്തൊരു കുടുംബജീവിതമായിരുന്നു എന്നാണോ? ഏത് ഫാമിലി ലൈഫിലാ പ്രോബ്ലംസ് ഇല്ലാത്തത്? അത്രയ്ക്ക് തന്നെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അങ്ങനെയല്ലല്ലോ കേൾക്കുന്നത്. ഹരികൃഷ്ണന് പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വരുന്ന സ്ത്രീ ശബ്ദത്തിലുള്ള ഒരു ഫോൺ കോൾ പോലും ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നെന്നും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. അതൊക്കെ വെറുതെ കഥകളാണ്. നിങ്ങൾ സാധാരണ എപ്പോഴും തൂവാല ഉപയോഗിക്കാറുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചത് അതൊരു ഹാബിറ്റാണോ? ഹാബിറ്റൊന്നും അല്ല. എങ്കിലും മിക്കപ്പോഴും പുറത്തു പോകുമ്പോൾ കയ്യിലൊരു കർച്ചീഫ് കാണും. എപ്പോഴും ഉണ്ടാവണമെന്നില്ല, ചിലപ്പോ എടുക്കും. ഈ കർച്ചീഫ് എന്ന് കാണട്ടെ. ജസ്റ്റ് അൺഫോൾഡ് ഇറ്റ്. സാധാരണ ഇതുമാതിരി കർച്ചീഫാണോ ഉപയോഗിക്കാറ്? എന്നൊന്നും ഇല്ല. ഈ കർച്ചീഫ് നിങ്ങളുടെ അല്ലേ? അല്ല. ഇത് കണ്ടിട്ടേ ഇല്ല? ഇല്ല. ഇതുമാതിരി ഏതെങ്കിലും ഒരെണ്ണം ഇവിടെ വന്നിട്ടുള്ള ഏതെങ്കിലും സ്ത്രീകളുടെ കയ്യിൽ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇല്ല. ഇതൊന്ന് കാലിടൂ. വിട്ടോക്കണം. താങ്ക് യു. നിങ്ങൾ എന്നിട്ട് നോക്കൂ. സോറി, മറ്റുള്ളവർ ഉപയോഗിക്കുന്ന ചപ്പൽസ് ഞാൻ ഉപയോഗിക്കാറില്ല. അതെനിക്ക് അലർജി ഉണ്ടാക്കും. ഇത് ഉപയോഗിക്കാനൊന്നും അല്ല, തൽക്കാലം മെഷർമെന്റ് നോക്കാനാണ്. കൊല നടന്ന സ്ഥലത്തിനടുത്ത് നിന്ന് കിട്ടിയാണ് ഈ ചപ്പൽ. അത് ഞങ്ങളെ കൊണ്ടിട്ട് നോക്കിക്കുന്നത്? കൊന്നിരിക്കുന്നത് ഒരു സ്ത്രീയാണെന്ന് തെളിഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് അദ്ദേഹവുമായി വേറെ സ്ത്രീകൾക്ക് ആർക്കും ബന്ധമില്ലാന്ന് നിങ്ങൾ തന്നെ പറയുകയും ചെയ്യുന്ന ചുറ്റുപാടിൽ നിങ്ങളുടെ അല്ലാതെ വേറെ ആരുടെ കാലിലാണ് ഞാൻ ഇതിട്ട് നോക്കേണ്ടത്? നിങ്ങളിങ്ങ് വരൂ. ഹരികൃഷ്ണൻ എപ്പോഴെങ്കിലും ഭാര്യയെ തല്ലുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം അത്രക്കാരനായിരുന്നില്ല. വഴക്കും ബഹളവും ഞാനൊന്നും കേട്ടിട്ടില്ല. പിന്നെ എല്ലാ വീട്ടിലും ഉള്ളതുപോലെ ചിലപ്പോ ചില ചില്ലറ പിണക്കവും കരച്ചിലും ഒക്കെ ഉണ്ടായി കാണും. കുട്ടികളില്ലായിരുന്നത് ഒരു പ്രോബ്ലം ആയി കാണില്ലേ? സാധാരണ അങ്ങനെ വരുമ്പോ എന്തോ എന്റെ അറിവിൽ ഇവിടെ അതൊരു പ്രോബ്ലം ആയിരുന്നിട്ടില്ല. കുട്ടികൾ ഉണ്ടായിരുന്നത് ആരുടെ തകരാറുണ്ടാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഞാനത് ചോദിച്ചിട്ടില്ല. എന്നാലും അദ്ദേഹത്തിന്റെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. രാഗിനിക്ക് പ്രോബ്ലംസ് ഒന്നും വരേണ്ട കാര്യമില്ല. ഞങ്ങളുടെ ഫാമിലിയിൽ വേറെ സ്ത്രീകൾക്കാർക്കും അങ്ങനെ ഒരു തകരാറില്ല. പുള്ളിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആരായിരുന്നു? അങ്ങനെ അടുത്ത കൂട്ടുകാരെന്ന് പറയാൻ അധികം ആരുമില്ല. ആരുമില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പുള്ളിയായി, പുള്ളിയുടെ ജോലിയായി എന്നൊരു മട്ടുകാരനായിരുന്നു. എന്നാലും ഒരാളെങ്കിലും ഉണ്ടാവാതിരിക്കോ എല്ലാ കാര്യങ്ങളും അറിയുന്ന, കാലങ്ങളായി പരിചയമുള്ള അങ്ങനെ ഒരു ഫ്രണ്ട് എല്ലാവർക്കും കാണുമല്ലോ. അതാരായിരിക്കും? മേനോൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാളായിരുന്നു അടുത്ത സ്നേഹിതൻ എന്ന് പറയാവുന്ന ഒരാള്. അങ്ങേര് സിനിമയില? അല്ല, അയാൾ ന്യൂ ഇന്ത്യ കെമിക്കൽസിലെ ഒരു ഓഫീസറാ. എവിടുന്ന് തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ സ്കൂൾ മുതൽ അറിയാം. കോളേജിൽ ഒപ്പമായിരുന്നു. ഹരി ലിറ്ററേച്ചർ എടുത്തു, ഞാൻ കെമിസ്ട്രി ആയിരുന്നു. പുള്ളിയുടെ അച്ഛനും അമ്മയൊക്കെ ഇപ്പോഴും ഉണ്ടോ? അമ്മ എന്റെ അമ്മയായിരുന്നു അവന്റെ അമ്മ. കുഞ്ഞിലേ തന്നെ ഹരിക്ക് അമ്മയില്ലാതായതാ. അച്ഛനിപ്പോഴും ഉണ്ട് നാട്ടില്, വയസ്സായി. വേറെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ആരുമില്ല. രാഗിണിയുമായിട്ടുള്ള വിവാഹം നടക്കുമ്പോഴൊക്കെ നിങ്ങൾ തമ്മിൽ നല്ല ടൈംസിലായിരുന്നല്ലോ. അതെ. എങ്ങനെയായിരുന്നു ആ വിവാഹം നടന്നത്? സത്യത്തിൽ ഞാൻ കൂടി ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ആ വിവാഹം നടന്നതെന്ന് വേണമെങ്കിൽ പറയാം. ആരാധികയായിട്ടാണ് രാഗിണി ഹരിയുടെ ജീവിതത്തിലേക്ക് കയറി വന്നത്. ആരാധന പിന്നീട് മറ്റൊരു തരം ബന്ധമായി. മറ്റു പെൺകുട്ടികളുമായി അടുപ്പമുണ്ടെന്ന് അറിഞ്ഞിട്ടും അവന്റെ ഭാര്യയാകാൻ വേണ്ടി ആ പെൺകുട്ടി വീട്ടുകാരുമായി ശരിക്കും പൊരുതിയിട്ടുണ്ട്. എനിക്കറിയാം.
എന്നിട്ട് പിന്നീട് അത് പ്രശ്നമായി മാറിയല്ലോ. അത് പിന്നെ മാറാതിരിക്കുമോ? ഭാര്യ കഴിയുമ്പോഴല്ലേ പെമ്പിള്ളേർ പോലും എന്താ ഭാര്യയുടെ സ്വഭാവം എന്നറിയുന്നത്. ഒടുവിലൊടുവിൽ ഫോണിലൂടെ ഒരു പെണ്ണിന്റെ ശബ്ദം കേട്ടാൽ പോലും അവര് തെറി പറയുമായിരുന്നു എന്നാണല്ലോ കേൾക്കുന്നത്. കുറേയൊക്കെ ശരിയാണ്. മുറുമുറുപ്പിൽ തുടങ്ങി പൊട്ടിത്തെറിൽ അവസാനിച്ച ഒരുതരം റിലേഷൻഷിപ്പ് ആയിരുന്നു അത്. ആദ്യമൊക്കെ അവർ തമ്മിലുള്ള വഴക്കിന്റെ ഡീറ്റെയിൽസ് രാഗിണി ഇവിടെ വന്ന് എന്നോടും ഇവളോടും പറയുമായിരുന്നു. ഞങ്ങൾക്ക് അതിൽ പലപ്പോഴും ഇടപെടേണ്ടിയും വന്നിട്ടുണ്ട്. പിന്നെ അത് നിർത്തി. കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് നിങ്ങൾ തമ്മിൽ അത്ര നല്ല റിലേഷൻഷിപ്പ് അല്ലായിരുന്നു എന്ന് കേട്ടല്ലോ. കേട്ടത് നേരാണ്. എന്താ തെറ്റാൻ കാരണം? കാരണം തുളസി എന്നൊരു സിനിമയെ പറ്റി കേട്ടിട്ടുണ്ടോ? പിന്നെ ഈയിടെ ഇതാ പിടി എന്ന് പറഞ്ഞ് കയറി വന്നൊരു സ്റ്റാറല്ലേ, ഏതൊരു നടന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട് ഗോസിപ്പ് ഓളങ്ങളിൽ കിടന്ന് വിലസുന്ന പെണ്ണ്. അത് തന്നെ. അവളെ കണ്ടെത്തുന്നതും ഫിലിമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും സ്റ്റാർ ആക്കുന്നതും എല്ലാം ഹരിയാണ്. വളരെ പൂർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പെൺകുട്ടിയായിരുന്നു തുളസി. പത്രക്കാർ അവളെയും ഹരീഷിനെയും കണക്ട് ചെയ്ത് അതുകൊണ്ട് എഴുതാൻ തുടങ്ങിയപ്പോൾ രാഗിണിക്ക് അതൊരു പ്രശ്നമായി. ഇവിടെ വരിക, ഇവളുടെ അടുത്ത് അതിനെപ്പറ്റി സംസാരിക്കുക, കരയുക, ഇതൊക്കെയാണ് പതിവായിരുന്നു. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു വിടും. ഒരു ദിവസം തീരെ നനച്ചിരിക്കാതെ രാഗിണി ഇവിടെ കയറി വന്നു. അവൾ ആകെ ക്ഷോഭിച്ചിരുന്നു.